Nishi's Kitchen Vlogsലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബാജറ കിച്ചടി. ഇത് ഈ വിന്ററിൽ ലഞ്ചിനും ഡിന്നറിനും കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ്. ബാജറ ഒരു ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള മില്ലറ്റ് ആണ്. ഇതിനെ പേൾ മില്ലറ്റ് എന്ന് പറയും. ഇതിൽ ധാരാളം പ്രോട്ടീനും ഫൈബറും ആന്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഷുഗർ കുറക്കാനും കൊളസ്ട്രോൾ കുറക്കാനും ബോഡി വെയിറ്റ് കുറക്കാനും ഒക്കെ ഡയറ്റിംഗ് ചെയ്യുന്നവർക്ക് ഈ ബാജറ കൊണ്ട് ഉണ്ടാക്കുന്ന ഡിഷസ് കഴിക്കുന്നത് വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഈ കിച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ബാജര എടുത്തിട്ടുണ്ട്. ഇതിനെ പേൾ മില്ലറ്റ് എന്നും പറയും. ഇതാണ് ബാജര, കാണാൻ ഇങ്ങനെ ഉണ്ടാവും. ഇതിലേക്ക് നല്ലോണം മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് വെള്ളം ഒഴിച്ച് 6 മുതൽ 8 മണിക്കൂർ വരെ കുതിർത്ത് വെക്കാം. കുതിർത്ത് വെച്ച ബാജര 8 മണിക്കൂറിന് ശേഷം കഴുകി വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ചെറുപയർ പരിപ്പ് അരമണിക്കൂർ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകി വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി കിച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഈ ബാജര നല്ല വേവുള്ളതാണ്. കുക്കറിൽ ഉണ്ടാക്കുന്നതാണ് എളുപ്പം. ഇവിടെ അടുപ്പത്ത് ഒരു കുക്കർ വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടാവുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ചെറിയ കഷ്ണം കറുവപ്പട്ടയും 2 ഗ്രാമ്പും 1 ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ഇതിനെ ഇളക്കി ഫ്രൈ ചെയ്യാം. ജീരകവും പട്ടയും ഗ്രാമ്പും എല്ലാം ഫ്രൈ ആയി വരുമ്പം ഇതിലേക്ക് 1 സവാള ചെറുതായി മുറിച്ച് ചേർക്കാം. ഇതിന്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ച് ചേർക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ച് ചേർക്കാം. 1 പച്ചമുളക് മുറിച്ച് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ഇളക്കി വഴറ്റാം. സവാള വാടി തുടങ്ങുമ്പം ഇതിലേക്ക് 1 തക്കാളി ചെറുതായി മുറിച്ച് ചേർക്കാം. ഇത് ഇളക്കി വഴറ്റാം. തക്കാളി വെന്ത് കുഴഞ്ഞ ഭാഗത്തിനാവുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർക്കാം. പൊടികൾ ചേർക്കുമ്പം തീ ഏറ്റവും കുറച്ച് വെക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് ജീരകം വറുത്ത് പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം ചേർത്ത് ഇളക്കി വഴറ്റാം. ഈ പൊടികളുടെ നല്ല മൂത്ത മണം വരുമ്പം ഇതിലേക്ക് പച്ചക്കറി ചേർക്കാം. ഞാനിവിടെ കുറച്ച് ക്യാരറ്റും ബീൻസും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചേർക്കാം. നിങ്ങളുടെ അടുത്തുള്ള പച്ചക്കറി ചേർക്കാം. ഗ്രീൻ പീസ് ചേർക്കുന്നുണ്ട്, അത് കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കുന്നുള്ളൂ. ഇത് ഇളക്കി വഴറ്റാം. ഈ പച്ചക്കറി മസാലയിൽ നല്ലോണം മിക്സ് ആയാൽ ഇതിലേക്ക് ബാജര ചേർക്കാം. എടുത്തു വെച്ച ചെറുപയർ പരിപ്പും കൂടെ ചേർക്കാം. എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് ബാജര എടുത്തിട്ടുള്ളത്. അതിന് 4 കപ്പ് വെള്ളം ചേർക്കുന്നത്. ഇത് കിച്ചടി ആയതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് കുഴഞ്ഞ ഭാഗത്തിന് വേണ്ടത്. അതുകൊണ്ട് വെള്ളം കുറച്ച് കൂടിപ്പോയാലും കുറഞ്ഞു പോണ്ട. 1 കപ്പ് ബാജര എടുക്കുന്നെങ്കിൽ ഏകദേശം 5 കപ്പ് വെള്ളം എടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് ചേർക്കുന്നുണ്ട്. ഇത് ഫ്രഷ് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്. ഉണങ്ങിയ ഗ്രീൻ പീസ് ആണെങ്കിൽ ബാജര കുതിർത്ത് വെക്കുമ്പോൾ തന്നെ കുതിർത്ത് വെച്ച് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിന് അടച്ചു വെച്ച് വെയിറ്റ് ഇട്ട് 2 or 3 വിസിൽ വരുമ്പം തീ ഓഫ് ചെയ്ത് ആവി പോകുമ്പം തുറക്കാം. ഇപ്പം കിച്ചടി വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ല വേവുള്ളതാണ്. ഒരു വട്ടം വെച്ച് വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും വേവിക്കാൻ വെക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം.
കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിന് വേറൊരു ബൗളിൽ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആണ്, ഹെൽത്തി ആണ്. ഇപ്പൊ വിന്ററിൽ കഴിക്കാൻ പറ്റിയ ഡിഷാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.